ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذلك رجل بال الشيطان في اذنيه. സുബഹി നമസ്കരിക്കാതെ ഉറങ്ങുന്ന ആളുകൾ ആരായാലും അവരുടെ രണ്ട് ചെവികളിലും പിശാച് മൂത്രമൊഴിക്കുന്നതാണ്. പിശാച് മൂത്രമൊഴിക്കും. പിശാചിന്റെ മൂത്രം പുരണ്ടാൽ പിന്നെ ആ ദിവസം പോയി. പിന്നെ ജുമഅക്ക് വന്നിട്ട് ളുഹറിന് വന്നിട്ട് കൈപൊക്കി സുബഹി നിസ്കരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, ഒരു ലജ്ജയുമില്ലാതെ. ഈ ഉറക്കിന് എതിറുണ്ടല്ലോ, ഉറക്കല്ലേ, അത് ഉസ്താദ് വഅദ് പറഞ്ഞപ്പോ കേട്ടിട്ടുണ്ട്. ഉറക്കിനും മറവിക്കും എതിറുണ്ട്. ഇവൻ അത്യാവശ്യ കാര്യത്തിന്, ഇവന്റെ ബിസിനസ് കാര്യത്തിന് വേണ്ടി തിരുവനന്തപുരം പോകാനുണ്ടെന്ന് മനസ്സിലാക്കി 3 മണിക്ക് പുലർച്ചെ എണീക്കാൻ തീരുമാനിച്ച് അവൻ ഉണർന്നിരിക്കും. ഇവിടെ നിസ്കാരത്തിനോ ഉറക്കല്ലേ, അതിന് അല്ലാഹ് ഉഴുതിർ വെച്ചതല്ലേ. മൂത്രമൊഴിക്കാൻ എണീറ്റിട്ടുണ്ടാവും. ചില ആളുകൾ പറയലുണ്ട്, മൂത്രമൊഴിക്കാൻ എണീറ്റു, ഉറക്ക് പോകരുതെന്ന് വിചാരിച്ച് കണ്ണടച്ച് പിടിച്ചെന്നെ തപ്പി പിടിച്ച് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് വന്ന് അങ്ങനെ കണ്ണടച്ച് വന്ന് കിടന്നു. കാരണം കണ്ണ് തുറന്നാൽ പിന്നെ ഉറക്കം വരൂല. ഇതിനൊക്കെ പറ്റും, പക്ഷേ സുബഹിക്കോ അത് ഉണരൂല. ഇന്ന് പകല് വന്നിട്ട് ളുഹറിന്റെ സമയത്ത് ജുമഅക്ക് വന്നിട്ട് കൈ പൊക്കിയിട്ട് കുനൂത്ത് ഓതിയിട്ട് അത് ഖളാ വിട്ടന്നെ, അങ്ങനെ ഒരു ഖളായി ഇല്ല. അലാറം വെച്ചിട്ട് അലാറവും കേൾക്കാതെ ആരും വിളിച്ചിട്ടും ഉണരാതെ അങ്ങനെ ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. ഉണർന്നപ്പോൾ ഖളാ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അവിടെയാണ് ഇളവുള്ളത്. ഏതായാലും സുബഹിക്ക് നമസ്കരിക്കാതെ ഉറങ്ങിപ്പോയ മനുഷ്യർ അവരുടെ ചെവികളിൽ പിശാച് മൂത്രമൊഴിക്കുന്നതാണ്. അതിന്റെ മൂഡൌട്ട് അവന്റെ മുഖത്ത് കാണാം. അവന്റെ വ്യവഹാരങ്ങളിലും ബിസിനസ്സുകളിലും അധ്വാനങ്ങളിലും ഒന്നും ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല, ഒരു മൂഡൌട്ട് ഉണ്ടാവും. ഇമാം ബുഖാരിയുടെ ഈ റിവായത്തിന് വിശദീകരണം നൽകി ഫത്ഹുൽ ബാരി അതിന്റെ താഴ്ഭാഗത്ത് എഴുതി വെച്ചു, പിശാച് മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമല്ല. യഥാർത്ഥത്തിൽ തന്നെ യഥാർത്ഥത്തിൽ തന്നെ മൂത്രമൊഴിക്കും. എന്തേ കാരണം? പിശാച് ഭക്ഷിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനവും പിശാചിനുണ്ട് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച് ഫത്ഹുൽ ബാരിയിൽ കാണാം. അതിന്റെ വിവരണത്തിൽ അതുപ്രകാരം തന്നെ ഭക്ഷണം കഴിക്കുന്ന മലമൂത്ര വിസർജനമുള്ള വിഭാഗമായ ജിന്നുകൾക്ക് വികാര വിചാരങ്ങളുണ്ട്, അവർ ഇണചേരുന്നുണ്ട്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും ചില തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം, മനുഷ്യ സ്ത്രീയെപ്പോലും പ്രാപിക്കുമത്രേ പിശാചും ജിന്നുക്കളും. നാം നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടല്ലോ. അതെന്ത് പ്രാർത്ഥന? ഈ സംഗതിയിലും ശേഷം ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്താനത്തിലും പിശാച് ബാധ ഉണ്ടാകരുത്, ഞങ്ങളിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സമയത്തൊക്കെ പിശാച് പങ്കെടുക്കുമെന്നത് കൊണ്ട് തന്നെയല്ലേ? മാത്രമല്ല പിശാചുക്കൾക്കും ജിന്നുക്കൾക്കും ബന്ധപ്പെടലുണ്ട്, വൈകാരിക ചിന്തയുണ്ട് എന്നതിന് ഖുർആന് തെളിവാണ്. കാരണം സ്വർഗീയ വനിതകളായ ഹൂറികളെ കുറിച്ച് പറഞ്ഞ അല്ലാഹ് പറഞ്ഞല്ലോ, ഫീഹിന്ന ഖാസിറാത്തുത് തർഫ് ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. സ്വർഗത്തിൽ ചില ലജ്ജാവതികളുണ്ട്, ദൃഷ്ടിയെ ഒതുക്കി വെക്കുന്ന ലജ്ജയുള്ള ചില ഹൂറികളുണ്ട് സ്വർഗത്തിൽ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാന്നുൻ. ആ സ്വർഗീയ വനിതകളായ ഹൂറികളെ മുമ്പൊരു പുരുഷനും ഒരു ജിന്നും സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, മനുഷ്യൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് പോലെ ജിന്നുകളും സ്ത്രീയുമായി ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെ അവർക്ക് മരണമുണ്ട്. മരണം പിശാചുക്കൾക്കും ജിന്നുകൾക്കും മരണമുണ്ട്. ഒന്ന് മാത്രമേ ഇവിടെ അവശേഷിക്കുള്ളൂ, അല്ലാഹു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, ഒന്നു മാത്രം ബാക്കിയാകും. അതെന്താ? വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ലോകത്തിന്റെ നാഥനൊഴിച്ച്, അവന്റെ ബഹുമാന്യമായ വജുഹൊഴിച്ച് ബാക്കി എല്ലാം നശിക്കും. അതിൽ ജിന്നും മരിക്കും. പ്രവാചകരുടെ പ്രസിദ്ധമായ ഒരു ദുആ ഉണ്ട്, ഇമാം ബുഖാരി പഠിപ്പിച്ച. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ദുആഇഹി. നബി തങ്ങൾ അവിടുത്തെ പ്രാർത്ഥനയിൽ പറയാറുണ്ടായിരുന്നു,
അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമന്തു വഇലൈക അനബ്തു വഇലൈക ഖാസംതു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യു ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. നബിയുടെ ഒരു പ്രസിദ്ധമായ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിനക്ക് ഞാൻ അനുസരിച്ചിരിക്കുന്നു. വബിക ആമന്തു, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വഇലൈക ഖാസംതു, എന്റെ പരാതികളും പരിഭവങ്ങളും നിന്നിലേക്ക് അർപ്പിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി, അല്ലാഹുവേ നീയല്ലാതെ ആരാധ്യനില്ല, നിന്റെ ഇസ്സത്ത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എന്നെ വഴിപിഴപ്പിക്കല്ല റബ്ബേ. അൻതൽ ഹയ്യു ലാ യമൂത്, നീയാണ് മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവൻ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകളും മനുഷ്യരുമൊക്കെ എല്ലാവരും മരിച്ചു പോകും തമ്പുരാനെ, നീ മാത്രം ബാക്കിയാകും, നീയാണെന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അതുകൊണ്ട് റബ്ബേ എന്നെ വഴിപിഴപ്പിക്കല്ല റബ്ബേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മരിച്ചു പോകും. പക്ഷെ ഇവർക്ക് വലിയ നീണ്ട ആയുസ്സാണത്രേ. 500, 1000, 1500, 2000 ഒക്കെ വർഷം പിശാചുക്കളും ജിന്നുക്കളും ജീവിച്ചിരിക്കും അത്രേ. നീണ്ട ആയുസ്സുണ്ട്. മാത്രമല്ല ചില വിഷയങ്ങളിൽ മനുഷ്യരെക്കാൾ ഈ സൃഷ്ടി വിഭാഗത്തിന് കഴിവ് അല്ലാഹു കൊടുത്തിരിക്കുന്നു. ചില വിഷയങ്ങളിൽ പിശാചുക്കൾക്കും ജിന്നുകൾക്കും ചില വിഷയത്തിൽ മനുഷ്യരെക്കാൾ കഴിവുകളുണ്ട്. വലിയ ജോലികൾ, വലിയ വലിയ ജോലികൾ ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. വലിയ കെട്ടിടങ്ങൾ നിമിഷങ്ങൾ കൊണ്ടവർ പണിയും. സുലൈമാൻ നബി അലൈഹിസലാമിന്റെ ചരിത്രത്തിൽ കാണാം, പരിശുദ്ധ ഖുർആൻ വിവരിച്ചതാണ്. ഫസഖർനാ ലഹുർ-റീഹ തജ്രി ബിഅംരിഹി റുഹാഅൻ ഹൈസു അസാബ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ വിവരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ആ സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. റുഹാഅൻ ഹൈസു അസാബ്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ആ കാറ്റ് വളരെ എളുപ്പമായ രീതിയിൽ അതങ്ങനെ സഞ്ചരിക്കുന്നതാകുന്നു. വശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ്, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. മാത്രമല്ല വശയാത്വീന കുല്ല ബന്നാഇൻ വഗവാസ് വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, ശൈത്വാന്മാരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനത്തെ ശൈത്വാന്മാർ? കുല്ല ബന്നാഇൻ വഗവാസ്, വലിയ ഉഗ്രങ്ങളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന, ബാനി എന്നല്ല പറഞ്ഞത്, ബന്നാ, വലിയ കെട്ടിടങ്ങൾ പണിയുന്ന ശൈത്വാന്മാർ. വഗവാസ്, സമുദ്രങ്ങളുടെ ആഴികളിലേക്ക് അടിത്തട്ടുകളിലേക്ക് മുങ്ങുന്ന മുങ്ങൽ വിദഗ്ധരായ ശൈത്വാന്മാരെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പൊ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, സമുദ്രത്തിനടിയിലേക്ക് മുങ്ങിക്കൊണ്ട് മുത്തുകൾ എടുത്തുകൊണ്ട് കൊടുക്കുക, ഇതൊക്കെ ഈ രീതിയിലുള്ള പിശാചുക്കൾ, ജിന്നുകൾ. ഇപ്പോ തമിഴ്നാട്ടിലുള്ള കീളക്കരൈ എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയതും അവിടെ വെള്ളിയാഴ്ച ജുമഅക്ക് പങ്കെടുത്തുമൊക്കെ. പാറ കൊണ്ട് നിർമ്മിച്ച പള്ളി, കംപ്ലീറ്റ് പാറ. ആകെ മിമ്പറും വാതിലുകളും മാത്രമേ മരമുള്ളൂ, ബാക്കി മുഴുവൻ പാറ. അതിലുള്ള ചിത്രപ്പണികൾ കൗതുകകരമായ രീതിയിൽ മരത്തിൽ ചിത്രപ്പണി ഉണ്ടാക്കിയതുപോലെ പാറയിൽ. ആ നാട്ടുകാരെല്ലാം പറയുന്നു, അതിന്റെ ചരിത്രത്തിൽ പറയുന്നു, അത് ജിന്നുകൾ നിർമ്മിച്ച പള്ളിയാണെന്ന്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഖുർആൻ പറഞ്ഞു കുല്ല ബന്നാഇൻ, വലിയ കെട്ടിടങ്ങൾ പെട്ടെന്ന് പണിയുന്ന ജിന്നുകളെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ നിർമ്മിക്കാം. കായൽ പട്ടണത്ത് മസ്ജിദ് മീകായിൽ എന്നറിയപ്പെടുന്ന 1000 തൂണുകളുള്ള പള്ളി എന്നറിയപ്പെടുന്ന പള്ളി, അതൊക്കെ അതിന്റെയൊക്കെ ചരിത്രത്തിൽ പറയുന്നു ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളിയാണെന്ന്. അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല, ഖുർആനികമായി വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാകുന്നു. മുങ്ങൽ വിദഗ്ധരായ, ഓക്സിജൻ സിലിണ്ടർ ആവശ്യമില്ലാതെ സമുദ്രത്തിന്റെ ഏതു ഭാഗത്തും മുങ്ങാൻ കഴിവുള്ള പിശാചുക്കളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുന്ന പിശാചുക്കൾ, വലിയ ശക്തരായ, മൂട്ട് കാട്ടുന്ന
വികൃതികൾ കാണിക്കുന്ന പിശാചുക്കളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അള്ളാഹു പറയാണ് ഖുർആനില്. മാത്രമല്ല, വലിയ ജോലികൾ വളരെ പെട്ടെന്ന് ചെയ്യുക എന്നത് അവരുടെ വർഗഗുണമാണ്. ജിന്ന് വർഗത്തിന്റെ വർഗഗുണമാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നത്. സാവകാശമില്ല, വളരെ പെട്ടെന്ന്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞ കഥ വിശദീകരണങ്ങളിലേക്കും തഫ്സീറുകളിലേക്കും ചരിത്ര ഗ്രന്ഥങ്ങളിലേക്കും നാം കയറി ചെല്ലാതെ തന്നെ ഖുർആനിന്റെ ആ ആയത്തിന്റെ നേരെ അർത്ഥം നമുക്ക് പറയാം. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ രാജസദസ്സിലുണ്ടായിരുന്ന ഒരു മരക്കൊത്തി, അതിനെ ഒരു ദിവസം കാണാനില്ല. സുലൈമാൻ നബി പറഞ്ഞു, فقال ما لي لا أرى الهدهد أم كان من الغائبين. സൂറത്ത് നംലിൽ കാണാം. വതഫഖദ ത്വയ്റ, ആ പക്ഷിയെ കാണുന്നില്ല. ഫഖാല മാലി, എന്തുപറ്റി, അതിനെന്തുപറ്റി, എന്റെ ഈ മരക്കൊത്തിക്ക് എന്തുപറ്റി? അം കാന മിനൽ ഗായിബീൻ, അത് എവിടെ പോയി? വ്യക്തമായ കാരണം, ഇവിടെ നിന്ന് എന്റെ സദസ്സിൽ നിന്ന് വിട്ടുപോയതിന്റെ കാരണം, ന്യായമായ കാരണം എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ ശിക്ഷിക്കും, നന്നായി വേദനിപ്പിക്കും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തീരുമാനിച്ചിരിക്കെ പെട്ടെന്ന് മരക്കൊത്തി ആ സദസ്സിൽ ഹാജരായി. വെറും കൈയോടെയല്ല വന്നത്. മരക്കൊത്തി വന്ന് പറഞ്ഞ കഥ ഇതെന്തോ കുട്ടികളുടെ ചിത്രകഥയിൽ പറഞ്ഞതുപോലെ ഒരു മരക്കൊത്തി പറഞ്ഞ കഥ ഖുർആൻ പറയേ. ഖുർആൻ പറഞ്ഞത് വിശ്വസിച്ചേ മതിയാകൂ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ എല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷികളെയും പറവകളെയും മൃഗങ്ങളെയും പിശാചുക്കളെയും മനുഷ്യരെയൊക്കെ അല്ലാഹു പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഈ സൃഷ്ടിജാലങ്ങളെ ഒരാൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തുകൂടെ? സാധിക്കും. ഈ മരക്കൊത്തി രാജസദസ്സിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദർബാറിൽ വന്നു പറഞ്ഞു, وجئتك من سبأ بنبأ يقين. ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോയത് വെറുതെയല്ല. വജിഇതുക, ഞാനിപ്പോൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മിൻ സബഇൻ, സബഅ നാട്ടിൽ നിന്നാകുന്നു. വെറുതെയല്ല വന്നിരിക്കുന്നത്. ബിനബഇ യഖീൻ, ഉറപ്പുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത്. ഒരു കള്ളക്കഥയല്ല, ഉറപ്പുള്ള ഒരു വാർത്ത. എന്താ വാർത്ത? സബഅ നാട്ടിൽ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിക്ക് അത്യുഗ്രമായ ഒരു സിംഹാസനമുണ്ട്. ചന്തമുള്ള, സൗന്ദര്യമുള്ള, വിലപിടിപ്പുള്ള വൈഡൂര്യങ്ങളും പുഷ്യരാഗങ്ങളും പതിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിംഹാസനം ആ രാജ്ഞിക്കുണ്ട്. അങ്ങനെ ഒരു രാജ്ഞി സബഅ നാട്ടിലുണ്ട്. അവരുടെയും അവരുടെ പ്രജകളുടെയും അവസ്ഥ എന്താണെന്ന് കേൾക്കണോ? സുലൈമാൻ നബിയെ ഹുദുഹുദ പറഞ്ഞു കൊടുക്കുകയാണ്. وجدتها وقومها يسجدون للشمس من دون الله. ആ രാജ്ഞിയുടെയും ആ നാട്ടുകാരുടെയും അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ അവരെ കണ്ടു. യസ്ജുദൂന ലിശംസ്, സൂര്യദേവന് സുജൂദ് ചെയ്യുന്നതായിട്ട്. സൂര്യനെ പൂജിക്കുന്ന വർഗം അത് പുരാതന കാലത്തെ ഉണ്ടായിരുന്നു. ഇന്നുണ്ട് സൂര്യദേവനെ പൂജിക്കുന്ന മുശ്രിക്കുകൾ. മിൻ ദൂനില്ല, അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് സൂര്യനെ സുജൂദ് ചെയ്യുന്ന വർഗമാണ് ആ രാജ്ഞിയും അവിടുത്തെ ആളുകളും എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇത് കേട്ടിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു എഴുത്ത് തരാം. ഈ എഴുത്ത് അവിടെ കൊണ്ടുപോയി അവർക്ക് ഇട്ടുകൊടുക്കുക. ആ എഴുത്ത് വായിച്ചിട്ട് അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു എഴുത്ത് ഹുദുഹുദ കയ്യിൽ കൊടുത്തയച്ച്, അതിന്റെ വശം കൊടുത്തയച്ച് ആ എഴുത്ത് അവിടെ കിട്ടി. രാജ്ഞി അത് തുറന്നു നോക്കി, അത് വായിച്ചിട്ട് രാജസദസ്സിലുണ്ടായിരുന്ന പ്രധാനികളായ ആളുകളെ രാജ്ഞി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, ഈ കത്തിന്റെ ഉള്ളടക്കം. അയ്യുഹൽ മല അല്ലയോ സദസ്യരെ, എന്നിലേക്ക് വന്ദിക്കപ്പെടേണ്ട ബഹുമാനമുള്ള വലിയ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഒരു കത്ത്, കരീമായ കത്ത്, എഴുത്ത് വന്നിട്ടുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്
ലോക ചക്രവർത്തിയായ സോളമാന്റെ കത്താകുന്നു. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. കത്തിൽ അതാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. നീ ഗർവ് നടിക്കണ്ട, നീ അഹങ്കരിക്കണ്ട, നിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നീ ഒരിക്കലും പൊങ്ങച്ചം നടിക്കണ്ട. വഅ്തൂനി മുസ്ലിമീൻ, മര്യാദക്ക് മുസ്ലിങ്ങളായിട്ട് എന്റെ അടുത്തേക്ക് വന്നുകൊള്ളുക. ഇതാണ് കത്തിന്റെ ഉള്ളടക്കം. ഇത് രാജസദസ്സിലുണ്ടായിരുന്ന ആളുകളെ രാജ്ഞി വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, നാം എന്തു ചെയ്യും? കൊട്ടാരത്തിലെ ആളുകൾ പറഞ്ഞു, പ്രധാനികളായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, രാജ്ഞി, നമുക്ക് പടക്കോപ്പുകളുണ്ട്, യഥേഷ്ടം ഭടന്മാരുണ്ട്, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, അവിടെ നിന്ന് എന്ത് തീരുമാനിച്ചാലും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ആ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോ ബൽഖീസ് റാണി പറഞ്ഞു അത്രേ, ശക്തരായ രാജാക്കന്മാർ ഒരു രാജ്യത്ത് കേറിയാൽ ആ രാജ്യത്തെ തകർത്തേ അവർ അടങ്ങുകയുള്ളൂ. അതുകൊണ്ട് പേടിക്കണം, അങ്ങനെ എടുത്തു ചാടാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു തീരുമാനം പറയാം. വിലപിടിപ്പുള്ള ചില സമ്മാനങ്ങൾ നമുക്ക് സുലൈമാന് കൊടുക്കാം. ആ സമ്മാനങ്ങൾ കൊണ്ടുപോയി ദൂതന്മാർ കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നത്, അത് സ്വീകരിക്കുമോ നിരസിക്കുമോ നമുക്ക് നോക്കാം. ആ സമ്മാനവുമായി പോകുന്ന ദൂതന്മാർ തിരിച്ചെത്തട്ടെ, എന്നിട്ട് കാര്യം നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു പറ്റം ദൂതന്മാർ അങ്ങോട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പലസ്തീനിലേക്ക് പോവണം. അവിടെ ചെന്നപ്പോ, ഇതൊക്കെ ഖുർആൻ പറയുന്നതാണ്, ചരിത്ര ഗ്രന്ഥങ്ങളിലെ വിവരണമല്ല, ആയത്തോതി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയാൻ. അവിടെ എത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഈ കാണിക്കകൾ സമർപ്പിച്ചപ്പോൾ എന്താ സുലൈമാൻ നബി പറഞ്ഞത്? നിങ്ങൾ സമ്പത്ത് കാണിച്ച് എന്നെ വിരട്ടുകയാണോ? ഇതിലും വലിയ സമ്പത്ത് എന്റെ നാഥൻ എനിക്ക് തന്നിട്ടുണ്ട്. ഒരാൾക്കും നൽകാത്ത അത്ര സ്വത്തും അധികാരവും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് ഈ സമ്മാനങ്ങളുമായി അയച്ചവളോട് പറയുക, നിങ്ങളുടെ രാജ്ഞിയോട് പറയുക, നിങ്ങൾക്ക് പ്രതിരോധിക്കാനാകാത്ത ഒരു സൈന്യത്തോടൊപ്പം ഞാനിതാ പുറപ്പെടുന്നു എന്ന വാർത്ത പറയുക. ദൂതന്മാർ കൊട്ടാരത്തിൽ ചെന്ന് രാജ്ഞിയോട് ഈ സംഭവം പറഞ്ഞു. ഇത് കേട്ടപ്പോ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂലല്ലോ. രാജ്ഞി ഉടനെ തന്നെ തീരുമാനിച്ചു, നമുക്ക് പരിവാരങ്ങളോടൊപ്പം പലസ്തീനിലേക്ക് പോയി സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കാണാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ വരുന്നുണ്ടെന്ന വിവരം മുൻകൂട്ടി സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ദർബാറിൽ അറിയിക്കുക. ഈ വാർത്ത കേട്ടു സുലൈമാൻ നബി, അവള് മര്യാദക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടു, അഹങ്കാരമുള്ള പൊങ്ങച്ചമുള്ള ഉന്നത സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജ്ഞി എന്റെ അടുക്കലേക്ക് അനുസരണശീലമുള്ളവളായിട്ട് കടന്നു വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോ ഖാല യാ അയ്യുഹൽ മലഉ അയ്യുകും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അല്ലയോ എന്റെ സദസ്സിലുള്ളവരെ, സുലൈമാൻ നബി അലൈഹി സ്വലാം പലസ്തീനിലെ തന്റെ ദർബാറിലുള്ള സദസ്സിലുള്ളവരോട് പറയാണ്, അല്ലയോ സദസ്യരെ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവരൊക്കെ അനുസരണയോടുകൂടെ ഇവിടെ എത്തും മുമ്പ് ആരാണ് അവളുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരിക? അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവരിവിടെ എത്തും മുമ്പ് അവളുടെ സിംഹാസനം പച്ചക്കോമേതങ്ങളും വൈഡൂര്യങ്ങളും പുഷ്യരാഗങ്ങളും പതിപ്പിച്ച അത്ഭുതകരമായ ആ സിംഹാസനം, അത് തന്നെ കൊട്ടാരത്തില് പുറത്തല്ലല്ലോ ഉണ്ടാവുക, കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ടാവും. അതാരാണ് ഇവിടെ? അവളും അവളുടെ പ്രജകളും എത്തും മുമ്പ് ആരെത്തിക്കും ഇവിടെ? ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാം സദസ്യരോട്. ഖുർആൻ പറഞ്ഞതാ, ഖാല ഇഫ്രീതും മിനൽ ജിന്ന്. ജിന്ന് വർഗത്തിലെ ഒരു കേമൻ പറഞ്ഞു, ഒരു ശക്തൻ പറഞ്ഞു, ഒരു മല്ലൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. ഈ സഭ പിരിയും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അങ്ങ് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കും മുമ്പ്, ഈ സദസ്സ് പിരിയും മുമ്പ് ഞാൻ അതിവിടെ എത്തിക്കാം. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. അങ്ങനെ അത് കൊണ്ടുവരാൻ എനിക്ക് ശക്തിയുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ സത്യസന്ധത പാലിക്കാനും എനിക്ക് പറ്റും, ഞാൻ എത്തിക്കാം. ജിന്ന് പറഞ്ഞു, എയർ കാർഗോ ഉള്ള കാലമല്ല അത്. ഇനി ഉള്ള കാലം എയർ കാർഗോ ഉള്ള കാലമാണെങ്കിൽ തന്നെ അത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ആ സദസ്സ് പിരിയും മുമ്പ് എത്തിക്കാൻ പറ്റൂല. ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങനെ കൊണ്ടുവരാം. ആ സമയത്താണ്
സദസ്സിലുള്ള മറ്റൊരാൾ പറയുന്നത് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദത്തിൽ നിന്നുള്ള അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ചില വിവരങ്ങളുള്ള, കിതാബ് മുഴുവല്ലോ, ഇൽമും മിനൽ കിതാബ് എന്നാ പറഞ്ഞത്, കിതാബിൽ നിന്ന് ചില വിവരങ്ങളുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു. അതാരാ? ആസഫ് ഇബ്നു ബർഖയ എന്ന് പറയുന്ന മനുഷ്യനാണ്. തഫ്സീറിൽ കാണാ ലൈസ ബിനബിയിൻ, അയാൾ നബിയല്ല. കാന വലിയും മിനൽ ഔലിയാ, ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയായിരുന്നു, നബിയല്ല. ആസഫ് ഇബ്നു ബർഖയ എന്ന് പറയുന്ന ആളാണ്. എന്തേ പേര് പറയാതിരുന്നത് ഖുർആൻ? അത് വളരെ ചിന്തിക്കുക. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് എന്നാ പറഞ്ഞത്. ഇത് സിദ്ധി ഗുണമാണ്. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ അത് ആ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമാകുന്ന ഒതുങ്ങുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി പോകും. അല്ല, അല്ലദീ ഇൽമും മിനൽ കിതാബ്, വേദത്തിൽ നിന്നുള്ള ജ്ഞാനം കിട്ടിയ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് സിദ്ധി ഗുണമാണ്. നേരത്തെ ഇഫ്രീത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത ആ വർഗത്തെയാ പറഞ്ഞത്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ശക്തൻ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഈ മനുഷ്യന്റെ പേര് പറഞ്ഞില്ല. അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഇത് ആർക്കും ആർജിക്കാവുന്ന സിദ്ധിക്കാവുന്ന ഗുണമാണ് എന്നർത്ഥം. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ആ മനുഷ്യൻ പറഞ്ഞു അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, ഞാനത് കൊണ്ടുവന്ന് തരാം. എങ്ങനെ? എപ്പോ? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, അങ്ങ് ഇമവെട്ടി തുറക്കും മുമ്പ്. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, ഇമവെട്ടി തുറക്കും മുമ്പ്. ഇമവെട്ടി തുറക്കാൻ എത്ര സമയം വേണം? കണ്ണൊന്ന് അടച്ചു തുറക്കാൻ എത്ര സമയം വേണം? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. അതിന്റെ മുമ്പ് നിങ്ങൾ ആലോചിക്കണം, ഒരു സെക്കൻഡ് വേണ്ട. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, സെക്കൻഡിനെ വിഭജിച്ച് ശാസ്ത്രലോകം പറഞ്ഞു മൈക്രോ സെക്കൻഡുകളുണ്ട്. പക്ഷേ ഈ മൈക്രോ സെക്കൻഡിൽ ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ വിഭജിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അറബി കിതാബുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ ജുസുഉൻ ലാ യതജസ്സ. ഉസ്താദുമാർക്കറിയാം, ഒരു വസ്തുവിനെ വിഭജിച്ച് അതിനങ്ങനെ കണികകളാക്കി അവസാനം പിന്നെ അതിനെ മുറിക്കാനും കഷ്ടിക്കാനും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ബിന്ദുവാവും. അതിന് ജുസുഉൻ ലാ യതജസ്സ എന്ന് പറയും. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സംഗതിയാണിത്. ഒരു മിനിറ്റ് ഇതൊന്നും ഇപ്പൊ കാണൂല. ജുസുഉൻ ലാ യതജസ്സ കാണാനും ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാനേ പറ്റുള്ളൂ. ഒരു സെക്കൻഡിന്റെ മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, പിന്നെ സമയമില്ലല്ലോ, തർഫുക് അവിടെ വന്നു, അത് ആ സാധനം എത്തി. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയമായപ്പോഴേക്ക്, അവസാനിപ്പിച്ചപ്പോഴേക്ക് ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, ഇതെവിടെയാണ്? പലസ്തീനിലാണ് അതോ അങ്ങകലെ സബഅ നാട്ടിലാണ്? പറഞ്ഞപ്പോഴേക്ക് ആ സിംഹാസനം ആ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം ആസഫ് ഇബ്നു ബർഖയുടെ കാൽക്ക് പോയിട്ട് ഒറ്റ സുജൂദാണ് ചെയ്യല്ല ചെയ്തത്. ഒരു മനുഷ്യൻ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തത്. ഇത് കണ്ടപ്പോ ഔലിയപ്പാപ്പ എന്നാ കിടക്കട്ടെ ഒരു സുജൂദ്, നിങ്ങൾ തന്നെ വല്യമ്പുരാം അല്ല വരെ. ഒരു ചങ്ങാതി മുമ്പ് പ്രസംഗിച്ചു, ഒരാള് പ്രസംഗിക്കാം, ഇങ്ങനെയൊന്നും സംഭവിക്കൂല. അപ്പൊ മുഹീദ്ദീൻ മാലിയിൽ ഒരു വരിയുണ്ട്. എന്താ വരി? വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടെന്ന് വിളിച്ചാലും വായി കൂടും മുമ്പ് ഞാൻ ഉത്തരം നൽകും എന്ന് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറയാൻ. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് അങ്ങനെ ഒരു കവിതാ ശൈലിയായി കോഴിക്കോട്ടുകാരനൊരു കവി രചിച്ചതാണത്. അപ്പൊ ഇതിനെ വിമർശിച്ചുകൊണ്ട് ചില സഹോദരന്മാർ, നമ്മളിപ്പോ ഇതിനെ അങ്ങനെ അംഗീകരിക്കുകയോ വിമർശിക്കുകയോ നിഷേധിക്കുകയോ ഒന്നും വേണ്ട, ഖുർആനികമായി ഈ വരിയെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാമല്ലോ, ഇത് തെറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ പറയാണ് ഈ വരി പാടിയിട്ട് അള്ള പോലും പറഞ്ഞത് ഉദുഴുനി അസ്തജിബ് ലക്കും, നിങ്ങൾ തേടിക്കോളൂ, തേടിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരം തരാന്നാ അള്ള പോലും പറഞ്ഞത്. ഉദുഴുനി, നിങ്ങൾ ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ദുആ ചെയ്താല്. എന്നാൽ മുഹീദ്ദീൻ ശൈഖ് പറയുന്നുണ്ട് അത്രേ, വായി കൂടും മുമ്പ് ഞാൻ ഉത്തരം നൽകുന്നു. ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല, അങ്ങനെ പറയരുത്. കാരണം ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സാധനം മുന്നിലേക്ക് എത്തിക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുള്ള ഒരു വലിയന് സാധിച്ചെങ്കിൽ
എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പ്രധാനിയായ ഒരു വലിയനതിന് കഴിയില്ല? എന്തുകൊണ്ട് കഴിയില്ല? അള്ളാഹ് അതിനൊരു കഴിവ് കൊടുത്താ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇതൊക്കെ റബ്ബിന്റെ കഴിവാണ്. റബ്ബ് അവന്റെ ആളുകൾക്ക് കൊടുക്കുന്ന കഴിവാണ്. ഏതായിരുന്നാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? നമുക്ക് കഥ നീട്ടി പറയാൻ നേരല്ലല്ലോ. ഈ ആയത്തിൽ നിന്ന്, സൂറത്തുൻ നംലിലെ ഈ വചനങ്ങളിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത്? ജിന്നുകൾക്ക് വലിയ കഴിവുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ. രണ്ടാമതായിട്ട്, ഉന്നതനായ മനുഷ്യന് ജിന്നുകളെക്കാൾ പവറുണ്ട്. ഉന്നതനായ മനുഷ്യന് ജിന്നുകളെ കടത്തിവെട്ടുന്ന ശക്തിയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? ജിന്നുകളെയും ശൈത്താന്മാരെയും പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനുമുള്ള വഴി അൽ കിതാബ് ആകുന്നു. ഏതാകുന്നു? ഈ മനുഷ്യന്റെ ശക്തി കൊണ്ടല്ലല്ലോ. ഈ മനുഷ്യൻ എന്തുകൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഈ സിംഹാസനം അകലെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചത്? എന്തുകൊണ്ടാ? ഇൽമും മിനൽ കിതാബ്. ഒരു ജിന്നിന് വരെ, ശക്തനായ ഒരു ജിന്നിന് വരെ സാധിക്കാത്ത ആ കൃത്യം എന്തുകൊണ്ട് ചെയ്തു? അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. വേദം, വേദത്തിൽ നിന്നുള്ള. ഇന്നത്തെ വേദം ഏതാ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അൽ കിതാബ് ഖുർആനാണ്. അപ്പൊ ആ ഖുർആനിന്റെ വാഹകരായ ആളുകൾക്ക് ഏത് ശൈത്താനെയും ഏത് ജിന്നിനെയും പരാജയപ്പെടുത്താം. അതെങ്ങനെ പരാജയപ്പെടുത്താം? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ട വിഷയമാണ്. ഏതായിരുന്നാലും പൊതുവെ മനുഷ്യവർഗമാണോ ജിന്ന് വർഗമാണോ ഉന്നതർ? മനുഷ്യവർഗമാണ്. ജിന്ന് വർഗത്തിന് മനുഷ്യരുടെ അത്ര സ്ഥാനമില്ല. ചില വിഷയത്തിൽ മനുഷ്യരെക്കാൾ കഴിവുണ്ട് എന്നതുകൊണ്ട് മനുഷ്യരെക്കാൾ അവർ പദവി കൂടിയവർ അല്ല. കാരണം മനുഷ്യരെക്കാൾ ചില കാര്യങ്ങളിൽ മൃഗങ്ങൾക്കും കഴിവുണ്ടല്ലോ. വലിയ തടി, വലിയ മുട്ടി, ആന വല്ല അതിന്റെ മൂക്ക് കൊണ്ടാണ് തട്ടുക, അല്ലെ? നമ്മൾ 16 ആള് വിചാരിച്ചാലും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ആന മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയുള്ള ജീവിയാണെന്ന് പറയാൻ പറ്റൂല. മനുഷ്യർക്ക് പറക്കണം എന്നുണ്ടെങ്കിൽ പ്ലെയിന് വേണം, അല്ലെങ്കിലോ എന്തെങ്കിലും ഒരു സാമഗ്രികൾ വേണം, മാധ്യമം വേണം. എന്നാൽ അതൊന്നും ഇല്ലാതെ അന്തരീക്ഷത്തിലൂടെ സുഖമായിട്ട് പറവകൾ പറന്ന് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മനുഷ്യനേക്കാൾ പറവകൾക്ക് സ്ഥാനം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ചില കാര്യങ്ങളിൽ മനുഷ്യരെക്കാൾ ശൈത്വാന്മാർക്കും ജിന്നുകൾക്കും കഴിവുണ്ടെന്നത് കൊണ്ട് അവർ ഉന്നതരായ സൃഷ്ടികൾ ആവില്ല. മാത്രല്ല, മനുഷ്യവർഗത്തെ, നമ്മുടെ പിതാവിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആദ്യം എന്താ ചെയ്തത്? ജിന്നുകൾ അടങ്ങുന്ന മലക്ക് സംഘത്തോട് അള്ളാഹു പറഞ്ഞു ഉസ്ജുദൂ ലി ആദം, അല്ലെ? മനുഷ്യനെ അള്ളാഹു ഉന്നതങ്ങളിലേക്ക് വെക്കുകയാണ്. ഉന്നത സ്ഥാനം മനുഷ്യന് അള്ളാഹു നൽകുകയാണ്. എല്ലാരെ കൊണ്ടും സുജൂദ് ചെയ്യിപ്പിച്ചു. അപ്പൊ അവരെക്കാൾ സ്ഥാനം അള്ളാഹ് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് മനുഷ്യന്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ നബിയെയും ജിന്ന് വർഗത്തിൽ നിന്ന് അള്ളാഹു നിയമിച്ചില്ലല്ലോ. ജിന്ന് വർഗത്തിൽ നിന്ന് ഒരു നബിയെയും അള്ളാഹു അയച്ചില്ല. മാത്രമല്ല, ജിന്നുകളെ കൂടി നിയന്ത്രിക്കാൻ മനുഷ്യ വിഭാഗത്തിൽ നിന്നുള്ള പ്രവാചകന്മാരാണ് വന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം, നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 പ്രവാചകന്മാർക്ക് ഇൻസിനെയും ജിന്നിനെയും കീഴ്പ്പെടുത്തി അവരിലേക്ക് പ്രബോധനം നടത്താൻ കൂടെ അള്ളാഹു നിർദ്ദേശം നൽകിയല്ലോ. അപ്പൊ ജിന്ന് വർഗത്തെ കൂടി നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം മനുഷ്യവർഗത്തിൽപ്പെട്ട പ്രവാചകന്മാർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മാത്രമല്ല, ജിന്നുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, അവർക്ക് അദൃശ്യമായ അറിവുകളുണ്ട്. ശൈത്താന്മാർക്കും ജിന്നുകൾക്കൊക്കെ അവർക്ക് അദൃശ്യമായ ജ്ഞാനുണ്ട്. അതുകൊണ്ടാണല്ലോ ജ്യോത്സ്യമഠങ്ങളിലേക്ക് പോകുന്നത്. ജ്യോത്സ്യമഠങ്ങളിൽ ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ എളുപ്പമുണ്ട്, അദൃശ്യമായത് പറഞ്ഞു കൊടുക്കും. ഇത് അവർക്ക് ഗൈബ് അറിയുന്നത് കൊണ്ടല്ല. പിശാചുക്കൾക്കും ജിന്നുകൾക്കും ഗൈബ് അറിയില്ല, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്കും. അപ്പൊ അവർക്കറിയില്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അറിയും. ആവശ്യാനുസരണം അള്ളാഹുവിന്റെ നബിമാര്, ഔലിയാക്കൾക്ക് ആവശ്യാനുസരണം അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴായി. അപ്പൊ ജിന്നുകൾക്കും പിശാചുക്കൾക്കും ഒരിക്കലും അദൃശ്യമായ കാര്യം അറിയില്ല. പിന്നെന്താ, അവര് 500 കൊല്ലം മുന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. 500ഉം 1000ഉം വർഷം മുമ്പ് സംഭവിച്ചത് അവർ പറയും. അതെന്താ പറയുന്നത്? അദൃശ്യമായത് അറിയുന്നത് കൊണ്ടല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ട ആയുസ്സുണ്ട് അവർക്ക്. 1500ഉം 2000ഉം വർഷം ജീവിക്കുന്ന ജിന്നുകൾ അന്ന് നടന്ന സംഭവത്തിന് സാക്ഷികളായി അവിടെ ഉണ്ടാവും. അപ്പൊ അവര് കണ്ട കാര്യങ്ങളാ പിന്നെ പറയുന്നത്. 500 വർഷം മുമ്പ് നടന്ന സംഭവം പറയുന്നത് അവരുടെ ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ടാണ്. ഇവിടെ നിന്നുകൊണ്ട് 10,000 കിലോമീറ്റർ അകലെയുള്ള കാര്യം പറയും. അത് അദൃശ്യജ്ഞാനമുള്ളത് കൊണ്ടല്ല, അത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ എത്താനുള്ള കഴിവ് അവർക്കുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ,
ഞങ്ങൾ ആകാശങ്ങളിൽ തൊടും. ഒരൊറ്റ തുള്ളലിന് ഒരൊറ്റ ചാട്ടത്തിന് ആകാശങ്ങളിലേക്ക് എത്തും. ഒരു ചാട്ടം കൊണ്ട് ആകാശത്തെത്തും. അപ്പൊ 10,000 കിലോമീറ്റർ അകലെയുള്ള കാര്യം അവരറിയും, അല്ലാതെ അദൃശ്യമായ കാര്യം അറിയില്ല. ഖുർആൻ പറഞ്ഞതാണത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം മരിച്ചതെങ്ങനെ? ഈ ജിന്ന് പിശാചുക്കൾ വലിയ ശക്തരാണെങ്കിലും ഒരുപാട് ജോലികൾ ചെയ്യുമെങ്കിലും അവർ അലസന്മാരാണ്, മടിയന്മാരാണ്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു, അജലെത്തിയിട്ടുണ്ട് കേട്ടോ, മരിക്കണം, സമയമായിട്ടുണ്ട്, സംഭവം വലിയ ലോക ചക്രവർത്തിയൊക്കെ ആയിട്ടുണ്ട്, എല്ലാ അധികാരവും നാം തന്നിട്ടുണ്ട്, മരിക്കണം. ഏത് ചക്രവർത്തിയാണെങ്കിലും മരണത്തിൽ നിന്ന് ഒഴിവാവില്ല, അജലെത്തി ഉടനെ മരിക്കണം. പക്ഷെ അങ്ങനെ മരിക്കാൻ പറ്റൂല, നിങ്ങളുടെ മരണം ഈ പിശാചുക്കൾ അറിയരുത്. അതുകൊണ്ട് വടിയിൽ കുത്തിപ്പിടിച്ചു നിന്ന് മരിക്കണം. എന്നാൽ പിശാചുക്കൾ എന്താകും? തൊഴിൽ ചെയ്യും. സുലൈമാൻ നബി അലൈഹി സ്വലാം മരിച്ചു എന്ന് മനസ്സിലായാൽ പിശാചുക്കൾ തൊഴിൽ അവസാനിപ്പിക്കും. അതുകൊണ്ട് വലി സുലൈമാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി. വേറൊരു ഭാഗത്ത് പറയാം, അതിന്റെ ദൂരത്ര രാവിലെ സമയത്തെ യാത്ര 1 മാസമാണ്, വൈകുന്നേര സമയത്തെ യാത്ര 1 മാസവും. അപ്പൊ ഒരു ദിവസം തന്നെ 2 മാസം അക്കാലത്തുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ദൂരം, 2 മാസം യാത്ര ചെയ്യുന്ന ദൂരം രാവിലെയും വൈകുന്നേരവുമായി സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ സഞ്ചരിക്കും. ഇതല്ല കൊടുത്തതാ. ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഇങ്ങനെ കാറ്റിലൂടെ പോകുമ്പോൾ സുലൈമാൻ നബിക്ക് ഒരു ഉഷാറ് തോന്നി, ഞാൻ ലോക ചക്രവർത്തി, എന്താ എന്റെ കുപ്പായൊക്കെ തോന്നിയപ്പോ അവിടെ കാറ്റാണ്ട് ഇറക്കി വെച്ചു. അവിടെ ലാൻഡ് ചെയ്തു. സുലൈമാൻ നബി ചോദിച്ചു, ലിമ വലം മാമുറുക്കി, ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ, സാധാരണ ഞാൻ പറഞ്ഞിടത്താണല്ലോ എന്നെ ഇറക്കി വെക്ക്, എന്താ ഈ വഴിയിലിടാൻ കാരണം? അതെ, ഇന്നമാനുത്തേഴൊക്കെ ഇതാ അത്താഴത്തല്ല, നിങ്ങൾ എന്തിനാ കുപ്പായത്ത് നോക്കി അഹങ്കരിച്ചത്? കുപ്പായത്തിലേക്ക്, കമീസിലേക്ക് നോക്കി ഞാനിപ്പോ ലോക ചക്രവർത്തിയാണെന്ന് എന്തിനാ വിചാരിച്ചത്? നമ്മുടെ ഹെൽപ്പും സഹായവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതാ അത്വഅത്തല്ലാഹ റബ്ബൽ ആലമീൻ, ഞങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിന് പൂർണ്ണമായി വഴിപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങൾ തോന്നിയെടുത്തിടും എന്ന് പറഞ്ഞു അത്രേ. ഏതായാലും ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല, വമിനൽ ജിന്നി മൻ യഅമൽ വമിനൽ ജിന്നി മൻ യഅമലു ലഹു മാ യശാ, ജിന്ന് വർഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെയും നാം സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറയുന്ന ജോലികൾ ചെയ്യും. എന്തൊക്കെ? മിൻ മഹാരീബ വ തമാസീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരി റാസിയാത്ത്, ഈ പണിയൊക്കെ ആ ജിന്നുകൾ ചെയ്തു കൊടുക്കും. ഏത്? വലിയ ഉന്നതങ്ങളായ ഗോപുരങ്ങൾ പണിതു കൊടുക്കും. അതുപോലെ തന്നെ വ തമാസീല, നല്ല കലാരൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ജവാബ്, നല്ല തളികകൾ, എങ്ങനത്തെ? തടാകങ്ങൾ പോലത്തെ തളികകൾ ജിന്നുകൾ ഉണ്ടാക്കി കൊടുക്കുക, തടാകങ്ങൾ പോലത്തെ തളിക. ഖുദൂരി റാസിയാത്ത്, വലിയ ചെമ്പുകൾ. ഒരു സ്ഥലത്ത് നിന്ന് ഇളക്കാൻ പറ്റൂല, നടന്ന് ഇളക്കണത്രേ. ഒരു സ്ഥലത്ത് നിന്ന് ഇളക്കിയാൽ എല്ലായിടത്തും ആവില്ല, അത്രയും വലിയ ചെമ്പുകൾ. ഇതൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജിന്നുകൾ ഉണ്ടാക്കി കൊടുത്ത മല്ലന്മാരായ ജിന്നുകളെയും സുലൈമാൻ നബിക്ക് നാം കീഴ്പ്പെടുത്തി. എന്നിട്ട് അല്ലാഹ് പറയാൻ, സുലൈമാൻ നബിക്ക് നാം മരണം വിധിച്ചപ്പോൾ, സുലൈമാൻ നബിക്ക് മരണത്തിന്റെ സമയം അജലെത്തിയപ്പോൾ, ഈ ജിന്നുകൾക്ക് അറിയാൻ സാധിച്ചില്ല സുലൈമാൻ നബിയുടെ മരണവാർത്ത. അവരെ അറിയിച്ചില്ല, ഒരു സംഗതിയും അവർക്ക് ആ വിവരം കൊടുത്തില്ല. അവസാനം അവർക്ക് വിവരം കിട്ടിയത് വടി തിന്ന, വടി ഭക്ഷിച്ച ചിതലുകളല്ലാതെ അവർക്ക് വിവരം കൊടുത്തില്ല. വടിയിൽ ചാരി നിന്ന് മരിക്കാനാണല്ലോ അള്ളാഹു പറഞ്ഞത്, വടിയിൽ ചാരി നിന്ന് മരിച്ചു. ചിതലുകൾ കുറച്ചു സമയം അനക്കമില്ലാതെ മരത്തിന്റെ വടി ഭൂമിയിൽ തട്ടി നിന്നപ്പോ അവരത് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു ഉള്ളൊക്കെ പൊള്ളയായപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ വടി ചിതൽ കഴിച്ച സമയത്ത് നിലം പതിച്ചപ്പോൾ വീണുപോയി. തബയ്യനത്തിൽ ജിന്ന്, ആ സമയം ജിന്നുകൾക്ക് ബോധ്യമായി. തബയ്യനത്തിൽ ജിന്ന്, എങ്ങാനും അദൃശ്യമായ കാര്യം അറിഞ്ഞാൽ മാലബിസൂ ഫിൽ അദാബിൽ മുഹീൻ,
നമുക്ക് അദൃശ്യമായ കാര്യം അറിയുമായിരുന്നെങ്കിൽ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഇത്ര നീണ്ട കാലം നമ്മൾ ഈ പണിയൊന്നും ചെയ്ത് ഇടങ്ങാറാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ. ഇത് മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുക എന്ന് വിചാരിച്ചാണല്ലോ ഈ നിന്ദ്യമായ ശിക്ഷ. എന്ന് വെച്ചാൽ ഈ ഭാരിച്ച പണി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കെങ്ങാനും അദൃശ്യമായ ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ ഈ വലിയ ജോലികളിൽ നിന്ന് നമുക്ക് വിരമിക്കാമായിരുന്നേനെ, ഒഴിഞ്ഞു നിൽക്കാമായിരുന്നേനെ. പക്ഷേ നമുക്ക് വൈബറിയില്ലല്ലോ, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ലല്ലോ എന്ന് ജിന്നുകൾ സമ്മതിച്ചത്രേ. അതുകൊണ്ട് ജിന്നുകൾക്ക് ഇപ്പോ സാധാരണ ജ്യോത്സ്യമഠങ്ങളിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയാനും അവർ പറയുന്നുണ്ട്, അവർക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പല ആളുകളും അത്തരം കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പറയാറുണ്ട്. അത് സന്ദർശിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് വിവരിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത്തരം ജിന്നുകളും പിശാചുക്കളും മനുഷ്യനെ ബാധിക്കുമോ? ഒരു മനുഷ്യനെ വന്ന് സ്പർശിക്കുകയോ മനുഷ്യനിൽ കയറുകയോ ചെയ്യോ, അതൊരു വിഷയമാണ്. ഏതൊരു മനുഷ്യനും പൈശാചിക ബാധയില്ലാതെ ജീവിക്കൂല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻകും മിൻ അഹദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനു, നിങ്ങളിൽ ഒരാളുമില്ല. സഹാബികളെ നോക്കി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല, ഇല്ലാ ഖദ് വുക്കില ബിഹി ഖരീനുഹു, ഒരു പിശാചിനെ അവന്റെ സമീപത്ത് അവനെ ഏൽപ്പിച്ചിട്ടല്ലാതെ. ഖാലു അഫ അൻത യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുത്തും ശൈത്താനുണ്ടോ? വ അന, എന്റെ അടുത്തും ശൈത്താനുണ്ട്. പക്ഷേ എന്റെ ശൈത്താൻ വനസഹതുഹു ഫഅസ്ലമ വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, റവാഹു മുസ്ലിം. എന്റെ കൂടെയുണ്ട് ശൈത്താൻ, പക്ഷെ എന്റെ കൂടെയുള്ള ശൈത്താനെ ഇങ്ങോട്ടൊന്നും ഞാൻ പറയാൻ സമ്മതിക്കാതെ വനസഹതുഹു, ഞാൻ അങ്ങോട്ട് അങ്ങനെ ഉപദേശിച്ചു. നിരന്തരം ഞാൻ അവനോട് വഴല് പറഞ്ഞ് അവൻ പറഞ്ഞതൊന്നും ചെവി കൊടുക്കാതെ കേൾക്കാതെ നിരന്തരം നസീഹത്താക്കിയപ്പോ ഫഅസ്ലമ, എന്റെ ശൈത്താൻ മര്യാദക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ മുസ്ലിമായതുപോലെ അനുസരിച്ചതുപോലെ, എന്റെ അടുക്കൽ ചില ജിന്നുകൾ വന്ന് അനുസരിച്ചതുപോലെ എന്റെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായി. വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ഇപ്പൊ കുറച്ച് സമയമായി അവൻ എന്നോട് ഖൈർ മാത്രമേ പറയുള്ളൂ, നല്ലത് മാത്രമേ പറയാറുള്ളൂ. എല്ലാവരിലും ശൈത്താനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് എത്ര വലിയ കേമനാണെങ്കിലും ഉന്നതനാണെങ്കിലും വഴിപിഴപ്പിക്കാനും ഉപദ്രവിക്കാനും ഈ പിശാചുക്കളും ജിന്നുകളും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കിതാബു ഹദീസിൽ അംബിയാ, നബിമാരുടെ ചരിത്രം വിവരിക്കുന്ന ഒരു അധ്യായമുണ്ട് ബുഖാരിയിൽ. ആ അധ്യായത്തിൽ ഒരു ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പ്രഭാത സമയത്ത് പറഞ്ഞു, ഇന്ന ഇഫ്രീതം മിനൽ ജിന്നി തഫല്ലത്തിൽ ബാരിഹത ലിയഖ്താ അലയ്യ സ്വലാത്തി. ഞാൻ ഇന്നലെ തഹജ്ജുദ് നമസ്കരിച്ചപ്പോ, പള്ളിയിൽ വെച്ച് തഹജ്ജുദ് നമസ്കരിച്ചപ്പോ ജിന്നുകളിൽപ്പെട്ട ഒരു ശക്തൻ എന്റെ അടുത്തു വന്നു. ലിയഖ്താ അലയ്യ സ്വലാത്തി, എന്റെ നമസ്കാരത്തിൽ ഭംഗം വരുത്താൻ, എന്റെ നമസ്കാരം പിഴപ്പിക്കാൻ വേണ്ടി കരുത്തനായൊരു ജിന്ന് വന്നു. ഫഅംകനനി അല്ലാഹു മിൻഹു, അല്ലാഹു എനിക്ക് അവനെ കീഴ്പ്പെടുത്തി തന്നു. ഫഅഖൽതുഹു, ഞാൻ അവനെ പിടികൂടി. ഫഅറത്തു അൻ അർബുതഹു അലാ സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദി. അല്ലാഹു ഈ കരുത്തനായ ജിന്നിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നപ്പോ അവനെ പള്ളിയിലെ ഒരു തൂണിൽ കെട്ടിയിടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഹത്താ തൻദുറു ഇലൈഹി കുല്ലുക്കും, പിന്നെ നേരം പുലർന്ന് നിങ്ങളൊക്കെ പള്ളിയിൽ വരുമ്പോ അവനെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പാകത്തിൽ അവനെ തൂണിൽ ബന്ധിക്കാൻ ഞാൻ വിചാരിച്ചു. പക്ഷേ ഉടനെ ഫദക്കർത്തു, ഞാൻ ഓർത്തു, ദഅവത അഖി സുലൈമാൻ അലൈഹിസ്സലാം, എന്റെ സഹോദരൻ സുലൈമാൻ നബിയുടെ ഒരു പ്രാർത്ഥന ഞാൻ ഓർത്തു. അതെന്താ പ്രാർത്ഥന? ഖുർആനിൽ കാണാം, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. അല്ലാഹുവിനോട് സുലൈമാൻ നബി ഒരിക്കൽ ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മുൽക്കൻ, എനിക്കൊരു അധികാരം തരണം, ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ഒരാൾക്കും കൊടുക്കാത്ത അധികാരം.
പിശാചുക്കളെ കീഴ്പ്പെടുത്തുന്ന ഈ അധികാരം ശേഷം ഒരാൾക്കും കൊടുക്കരുത്, ആ തരത്തിൽ എനിക്ക് അധികാരം തരണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതും അള്ളാഹു ഉത്തരം കൊടുത്തത് ഞാൻ ഓർത്തു. അത് ഓർത്തപ്പോ ഫറദത്തുഹു ഖാസിഅ, നിസ്സാരനായി കണ്ട് അവഹേളിച്ചുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഭാത സമയത്ത് അവനെ കണ്ണുകൊണ്ട് കാണാമായിരുന്നേനെ. കെട്ടുകഥയല്ല, സ്വഹീഹുൽ ബുഖാരി. ഇനി ഏതെല്ലാം രീതിയിൽ പിശാച് വരും? അവന്റെ ബുദ്ധിയെ തകർക്കുമോ? അവന് ശാരീരിക രോഗമുണ്ടാക്കുമോ? അവന്റെ മാനസിക താളം തെറ്റിക്കുമോ? അവന്റെ കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ പിശാചുക്കൾ ഉണ്ടാക്കുമെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്? ഇൻഷാ അല്ലാഹ് ഖുർആനികമായി സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്തയാഴ്ച നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.